ലീഗിൽ പോയി അവിടെ കിടന്ന് ഈ കണ്ടംകളിയും കളിച്ചുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഈ നാഷണൽ ലീഗ് UFAയിൽ ഒക്കെ വന്നുകൊണ്ട് ഇത്രയും മികച്ച പ്ലേയേഴ്സിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് ഈ കാണിച്ചു കൂട്ടാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 40 വയസ്സുള്ള ഈ പ്രായത്തിൽ ഇന്ന് ഇച്ചിങ്ങായിക്ക് നടക്കൂടാ. അത് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ പ്രോ ലീഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, അതൊരു കണ്ടൻ ലീഗാണ്, ഒട്ടക ലീഗാണ് എന്നൊക്കെ പറയാം. ഓക്കെ, എന്നാൽ അവിടെ അല്ല തെളിയിച്ചത്, ഇവിടെ ഈ ഒരു 40 വയസ്സിലും ഇവിടെ തെളിയിച്ച UFAയിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോർ, ഗോളിൽ ടോപ്പ് സ്കോറർ ആരാണെന്ന് നോക്ക് നിങ്ങൾ. എ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോറിൽ ഫസ്റ്റ് കിടക്കുന്നത് ആരാണെന്ന് നോക്ക്. ഇനി മൊത്തത്തിൽ ടോപ്പ് സ്കോറിലൊക്കെ 2ാം സ്ഥാനത്ത് ഈ 40 വയസ്സുകാരൻ, 17 വയസ്സുകാരൻ ഉൾപ്പെടെ ലോകം അറിയപ്പെടുന്ന ഒരുപാട് മികച്ച ടാലന്റ് ഉള്ള പ്ലേയേഴ്സ്, യങ്ങായ പ്ലേയേഴ്സിന്റെ കൂട്ടത്തിലാണ് ഈ 40 വയസ്സുകാരനല്ലോ ടോപ്പ് സ്കോറിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചാൽ മതി, ഇത് അത്രേ ഉള്ളൂ. എന്താണ് റൊണാൾഡോ? അദ്ദേഹം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വിശ്വാസമാണ്. ആ ഗ്രൗണ്ടിൽ 40 വയസ്സുകാരനല്ല, അങ്ങേർക്ക് എത്ര വയസ്സായാലും അങ്ങേര് ഗ്രൗണ്ടിൽ ഇറങ്ങും വേണ്ടല്ലോ, ആ ഒരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം ഏറ്റവും വലിയൊരു അദ്ദേഹം കളിക്കില്ലായിരിക്കും. അദ്ദേഹം ഇന്നിപ്പോൾ നാളെ പോർച്ചുഗൽ അല്ലെങ്കിൽ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള കളിയിൽ തോൽവിയാണ്, ഞാൻ അംഗീകരിക്കുകയാണ് തോൽവി. പക്ഷേ ഒരു വിശ്വാസം എന്നൊരു സാധനമുണ്ട്. റൊണാൾഡോയായിട്ട് കാണുന്ന ആ ഒരു വ്യക്തി ഉള്ളിടത്തോളം കാലം ഞാൻ പറയുന്നു, കളി ടീം തോൽക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലും അതിലും ഏറ്റവും വലിയ ഇരട്ടി കോൺഫിഡൻസ് ആണ് ഈ ഒരു മനുഷ്യൻ ആ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് 90 മിനിറ്റ് വരെ